പാളി തോന്നുന്നു. Oh my god. ഹലോ ടെസ്റ്റിംഗ്. ഹലോ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. നമ്മളിങ്ങോട്ട് കാനഡയ്ക്ക് വന്നിട്ട് പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് എല്ലാ പെസഹ വ്യാഴാഴ്ചയും എക്സാം ആയിരുന്നു ഇത്രയും കാലം. അപ്പം ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പം എനിക്ക് ഈ പെസഹ വ്യാഴാഴ്ച ഫ്രീ. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഇവിടെ പെസഹ വ്യാഴാഴ്ച നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകുക. അപ്പം നമ്മുടെ കോഴിക്കോട്ടെ പോലെ, പാല് ഇടുക്കിയിലെ പോലെ ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നത്. ഇന്ന് ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ വിളിച്ചിട്ട് ആദ്യം റെസിപ്പി ചോദിക്കണം. റെസിപ്പി ചോദിക്കുന്നു, ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നു, അപ്പം ഉണ്ടാക്കുന്നു, അപ്പം ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ പോകുന്നു. വെള്ളമില്ല. ഇന്നലെ ഞാൻ പോയപ്പോ വെള്ളം മുഴുവൻ കുടിക്കാത്തത് രക്ഷയായില്ലേ. ഇത് കഴിഞ്ഞ വിന്ററിലായിരുന്നോ? മൊത്തം പോയായിരുന്നു. ഞാൻ നന്നായിട്ട് ഞാൻ അതിന് വേണ്ടി പ്രോഗ്രസിന് വേണ്ടി ഞാൻ കണ്ണുകൊണ്ട് നോക്കിയായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു കുഞ്ഞു വേട്ടക്കാരനെ വെച്ചിരിക്കും. നമ്മുടെ ചായ തിളച്ചു, നമുക്ക് തുറന്നു നോക്കാമേ. ചെറിയ ചൂടുണ്ട് ഗൈസ്. സ്റ്റൗ ഓഫ്. ചായ എടുക്കൽ. ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കാൻ ചായ റെഡിയായി. ഗുപ്ത കമോൺ. ഓ കൊള്ളാലോ, ഞാൻ വിചാരിച്ച. അപ്പൊ എന്റെ കണ്ണിനല്ലേ കുഴപ്പം. നല്ല എരിവുള്ള മിച്ചറും ചായയും. ഹലോ ഹലോ. ആ, ഞാൻ അടുക്കളയില. ചക്കയുടെ അകത്താ. ചക്കയുടെ അകത്തോ? ഉണക്കാനുള്ള ചക്കയുടെ. ഓ ഓ ഇത് കൊറേ ചക്ക ഉണ്ടല്ലോ. എനിക്ക് റെസിപ്പി വേണം, അപ്പത്തിന്റെ റെസിപ്പി. എത്ര അരിപ്പൊടിക്ക് എത്ര ഉഴുന്ന അമ്മ ഇടാറ്? ജോസഫ് അമ്മ പെട്ടെന്ന് ഞാനൊരു പാകത്തിന് അങ്ങ് എടുക്കാന്നുള്ളൂ. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കണം. ഇന്ദ്രിയത്വത്തിന് തേങ്ങ പോരാഞ്ഞിട്ട് അമ്മയുടെ അത്ര തെങ്ങക്കേറ്റെന്നും പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. പണ്ട് തേങ്ങ നല്ലോണം വേണം. തേങ്ങയും ഉഴുന്നും അരച്ച്. ഇപ്പൊ തേങ്ങ എന്തേലും അറിയാമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് എങ്ങനെ ഒരു ശീലം. ഇപ്പം അമ്മേനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോ അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ ഇത്രയും കാലമായിട്ട് അമ്മ എല്ലാ പെസഹായ്ക്കും അമ്മേനെ വിളിച്ച് ഒന്നുകൂടി ചോദിച്ചിട്ട് അമ്മ ഉണ്ടാക്കാറ്. അപ്പൊ അമ്മേനോട് ഇപ്പൊ ചോദിച്ചപ്പോ അമ്മയ്ക്ക് അളവൊന്നും കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിന്റെ ഒരു രീതി. ഓ ഇത് പൊളി. നമ്മൾ മറ്റേ പെസഹ വ്യാഴാഴ്ച സാധനം മേടിക്കാൻ പോകുവാണല്ലോ. അപ്പോൾ രാവിലെ കഴിക്കാൻ നമ്മൾക്കൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തമിഴ് കടയുണ്ട്, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത് മേടിച്ചു. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഇഡ്ഡലിയും നല്ല മുരുമുരാന്നുള്ള വടയും സാമ്പാറും ചട്നി. പതുപതാന്നുള്ള പൂ. നമ്മുടെ ഇഡ്ഡലിയാണ് ഇങ്ങനെ ആവുന്നില്ലല്ലോ, ഇത്രയും സോഫ്റ്റ് അല്ല നമ്മുടെ ഇഡ്ഡലി. ജാക്കറ്റ് ഇടാതെ ഇറങ്ങിയത്, പക്ഷെ തണുപ്പുണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ. ഈ പാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഇവിടുത്തെ പാർക്കിലെല്ലാം പോകുമ്പോൾ ഇവർ പട്ടീനെയൊക്കെ തുറന്ന് അടിച്ചു വിടും. ഇവിടെ മാത്രം അയ്യോ ആ പട്ടീനെ അയച്ചു അല്ല. എനിക്ക് പട്ടീനെ പേടിയാണ്. നമ്മൾ പോകുന്ന ഗ്രോസറി ഷോപ്പ് നേരെ അതാ അവിടെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആ കാണുന്ന നീല കളറുള്ള ബിൽഡിങ്ങിൽ അവിടെയാണ് നമ്മൾ പോകുന്നത്. യെസ്, ഇത് കാണോ. ഇതിന് ഇവിടെ ഇങ്ങനെയുള്ള ഇവിടെ ഗോൾഡൻ കളറുള്ള ഗോൾഡൻ ഫ്രെയിമുള്ള ഫ്രണ്ടിലൊരു ഗോൾഡൻ പീസ് ഉള്ളത്. അങ്ങനെ തന്നെ ഞാൻ നോക്കി മേടിച്ചതെന്ന്. ഐ ലൈക്ക് ദിസ്. നമുക്കിപ്പോൾ ഇവിടുത്തെ കടയിൽ പോയിട്ട് തേങ്ങ, വെല്ലം അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കാം. This is my grocery list. Finally waking up inside of water, I can hear the noise of someone similar to you. I'm still a little tired, but I can try to muster up the kind of style that in a way would call maroon. But you can't warm me out when I am down and feeling like a pawn inside a game where I don't know the rules. Oh, we're making love and carving out a different road to take away, but I would never make you choose.
ലൊക്കേഷൻ നമ്പർ 2. അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ. ഡിക്കിക്ക് ട്രങ്ക്, സിഗ്നലിന് ലൈറ്റ്, ഇൻഡിക്കേറ്ററിന് സിഗ്നൽ. അടുത്ത സ്ഥലത്തെത്തി. ടോപ്പ് ഫുഡ്. പിങ്ക് കളർ മുട്ട. ഞാൻ ആദ്യമായിട്ടാണ് പിങ്ക് കളർ കാണുന്നത്. Speed of the street, come to me, let him breathe, let him feel, feel inside this spell. പഴം. Let me wash away the very nature. നമ്മുടെ ഹാക്കർ അപ്പുറത്തുണ്ട്. ഹാക്കർ ഈസ് ടേക്കിംഗ് ഓറഞ്ച്. Jesus Christ, let it in, let it die, let me lay in the house till the walls cave in. Oh, finally waking up, but I'm alone and I'm waiting for something real to begin. But it all പഴം എടുത്തു, മിൽക്ക് എടുത്തു, പോർക്ക് എടുത്തു, ചിക്കൻ ബ്രസ്റ്റ് എടുത്തു, യോഗട്ട് എടുത്തു. I'll take a picture and I'll give you, right? Let me take a picture. Oh, but I'm on it. Okay. So, what else you try? Let me see what else you try. Oh, I'm gonna see it. So I get 2 now? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ചൂട്. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി തേങ്ങാകൊത്തൂടെ ഇട്ടിരുന്നാൽ അരിയുണ്ടയും കൂടെ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ കൂട്ടത്തിൽ. 2, 3 ഇടുക്കി ഗോൾഡ്. ഒരു ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് പെപ്പർ. ഇൻട്രിയപ്പം തന്നെ. ഇൻട്രിയപ്പം എന്ന് പേര് വന്നത് കുരിശിൻ്റെ മണ്ടയ്ക്കുള്ള INRI ഇല്ലേ, അതിൽ നിന്നാണ് ഇൻട്രി അപ്പം എന്ന് പേര് വന്നത്. ഞങ്ങൾക്ക് വാഴയില കിട്ടിയത് ഇതാട്ടോ. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളയ്ക്കണം. തിള കണ്ടോ? 5-8 ചുള വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി പൊളിക്കാൻ നേരത്ത് വെളുത്തുള്ളി പൊളിക്കുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്ക് കയറുവാണെങ്കിലുണ്ടല്ലോ, അതിങ്ങനെ ഇരുന്ന് നീറുന്ന ഒരു വേദനയുണ്ട്. ഞങ്ങളുടെ അവിടെ ഇതിനെ വെല്ലെന്നാ പറയാ. കൊള്ളാം. ബൂസ്റ്റർ ജ്യൂസ് ആയിരുന്നു ഇത്രയും കാലം കുടിച്ചുകൊണ്ടിരുന്നത്. ബൂസ്റ്റർ ജ്യൂസിങ് ഇപ്പം പുതിയതായിട്ട് ഇച്ചിരി കൂടെ അരിക്കാതെ ഈ ഐസ് ക്യൂബ് രാവിലെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഓറഞ്ച് കൂട്ടി പാട്ടിട്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ. തേങ്ങ കൂട്ടിയില്ല. പിന്നെ ഇളങ്കാറ്റിൽ എവിടെയോ തേങ്ങാക്കുലകളാടുന്നു. തേങ്ങാക്കുലകളാടുന്നല്ല, തേങ്ങാക്കുലകിലാടുന്നു. ചെറുതായിട്ട് OCD ഉണ്ടല്ലോ. അയ്യോ, പണി പാളിയും തോന്നുന്നു. ആകെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. വന്നേ, ഇനി നമുക്ക് ഈ തേങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. തേങ്ങ എന്തോരം ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്നല്ലേ. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ആ മാവിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എനിക്ക് ആ മാവ് പോലെ തോന്നുന്നുണ്ട്. ഇനി ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അധികം കട്ടിയാക്കട്ടെ. ഓ, നല്ല കുരിശ്, നല്ല കുരിശ്. മതി, അത്രയും മതി. എനിക്ക് ഇൻട്രിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കി ഇത് വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് മടക്കാൻ പഠിക്കണോ? ഒരു സ്കില്ലല്ലേ. മറ്റേ നിങ്ങളുടെ ഫേവറേറ്റ് പെസഹ മെമ്മറി എന്താ? ആരും കമൻറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ആകെ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് താഴെ ഉള്ളൂ. എന്നാലും ഞാൻ ചോദിക്കുക, എന്താ നിങ്ങളുടെ ഫേവറേറ്റ്? ഡൺ. OCD ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുക. അപ്പൊ ബാ, നമുക്ക് പള്ളി പോകാം. Come on. ചെറി ബ്ലോസം. സെയിൻറ്റ് ജെയിംസ് കത്തീഡ്രൽ ചർച്ച്. നമ്മളപ്പോൾ അപ്പം മുറിക്കുന്നതിന് മുന്നേ ഇവിടെ ഉള്ളൊരു പള്ളിയിൽ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന പള്ളി ഇതാട്ടോ. ഇവിടെ ഡൗൺ ടൗണിൽ തന്നെ ഉള്ളൊരു പള്ളിയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും പോകാൻ നേരത്ത് കണ്ട് ഭയങ്കര കൊതി തോന്നിയിട്ടുള്ളൊരു പള്ളിയായിരുന്നു. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന പള്ളി. അപ്പോൾ ഈ പള്ളി എപ്പോഴും ഓപ്പൺ അല്ല സാധാരണ. അപ്പോൾ ഈ പള്ളി ഇന്ന് മോണ്ടി തേഴ്സ്ഡേ ഇത് ഓപ്പണാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ആ പള്ളി പോകാമെന്ന്. അപ്പോൾ വാ, നമുക്ക് പള്ളി കാണാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ.
ഇത് കണ്ടോ, ഇവിടെ ഗേ, ഇതിന്റെ പ്രൈഡ് ഫ്ലാഗ്, ഇവിടെ ഗേ അങ്ങനത്തെ എല്ലാ ആൾക്കാരെയും LGBTQ എല്ലാരെയും വെൽക്കം ചെയ്യുന്ന പോലത്തെ ചർച്ചാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വെൽക്കം പ്രൈഡ് ഫ്ലാഗ്സ്. ഇതൊരു മാമോദിസ തൊട്ടിയാ എൻ്റെ പൊന്നു. മാമോദിസ തൊട്ടിക്ക് ഒരു സ്പെഷ്യൽ സ്ഥലം. ഈ ചർച്ചിലെ എനിക്ക് 2 വയസ്സുള്ളപ്പം 200 വർഷമായ ചർച്ച. അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങി. ഓ നൈസ്, നല്ല എസ്തെറ്റിക് കുറിച്ചപ്പോൾ നമ്മളെ ഗൃഹനാഥൻ. അപ്പോൾ ഇതായിരുന്നു കാനഡയിൽ ഞങ്ങൾ ആഘോഷിച്ച ഞങ്ങളുടെ ഫസ്റ്റ് പെസഹ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം. ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു നിന്നോട്ടെ, മൃദുല മധുര മതി മനോഹരം.